അപ്പൊ യൂട്യൂബിൽ കുന്തം കിട്ടും. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഏത് ചാനലാ പറയാ? മൈ ചാനൽ. ശ്രീ ചാനൽ. നമ്മളിപ്പോ പ്രോമോ. Hey all, welcome back to my YouTube channel. So as like the thumbnail, this is a Nilambur trip. It's a very late post കാരണം ഇത് നടന്നത് 26 ഒക്ടോബർ ആയിരുന്നു. KSRTCന്റെ ബഡ്ജറ്റ് ടൂറിസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ഡോണ്ട് സ്കിപ്പ്. അപ്പം കണ്ണൂരിൽ നിന്ന് ഒരു 5:30 ആ ഒരു ടൈം വിടുന്ന ബസ്സായിരുന്നു. ഓൺ ദ വേ റൂട്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ആയിരുന്നു ഉണ്ടായത്. ആൻഡ് ദിസ് ഇസ് നിതയെ നമുക്ക് ത്രൂ ഔട്ട് വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ജിമ്മേറ്റ്സിൻ്റെ കൂടെയായിരുന്നു നിലമ്പൂർ ട്രിപ്പ് പോയത്. ഓൾമോസ്റ്റ് ഒരു 7:30 കഴിയുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. പിന്നീട് ഫുള്ള് ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനും കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഒരു യാത്രയിൽ ബസ്സിൽ വെറുതെ ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം അത്രക്കും എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തേക്ക് മ്യൂസിയം ആയിരുന്നു. നിലമ്പൂർ ഞാൻ പോകുമ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമെന്ന് ഒറ്റ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അതായത് പോകുന്നതിന് മുന്നേയുള്ള ലൊക്കേഷൻസിൽ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നായിരുന്നു തോന്നിയത്. തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നടന്ന് എല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും പുറത്തിറങ്ങി. പുറത്താണെങ്കിൽ ഇതേപോലെ നല്ലൊരു വ്യൂ ഉള്ള ഏരിയ ആണ്, ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 12:15 ഉള്ളിൽ ഇറങ്ങണം എന്നായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കണ്ടു. അത്യാവശ്യം എല്ലാ സമയം ഉണ്ടായിരുന്നു തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് റീൽസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് റീലൊക്കെ എടുത്ത് ജിമ്മിൽ ടീംസിൻ്റെ കൂടെ ഒരു ട്രിപ്പ് ഒന്നും നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യില്ല. കാരണം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ട്രിപ്പ് പോവും, സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രിപ്പ് പോവും. പക്ഷേ ഒരു ജിമ്മെന്നൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ഐ വാസ് 6 months there and it felt really good for me and everyone, I hope. അത് കഴിഞ്ഞ് നമ്മൾ പോയ ലൊക്കേഷൻ ഭാർഗവി നിലയം അഥവാ സ്കൈവാക്ക് ബംഗ്ലാവ് നിലയായിരുന്നു. പിന്നീട് നമ്മളത് ഉള്ളിലൊക്കെ കയറി നോക്കി. അതിൽ ഉള്ളായിരുന്നു പണ്ടത്തെ വലിയ ബംഗ്ലാവല്ലേ. ഒട്ടുമിക്ക വീഡിയോ എടുത്തത് നിധിയാട്ടോ. അങ്ങനെ അവിടെ സൈഡിലുള്ള സ്കൈവാക്ക് ബ്രിഡ്ജ് ഇറങ്ങി അടുത്തായിരുന്നു നമ്മളെ ബസ് വന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ബിരിയാണി വന്നു. ബിരിയാണിയുടെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിലും ബിരിയാണിയിലുള്ള പീസിനനുസരിച്ചിട്ട് എനിക്ക് ആ ബിരിയാണി പേഴ്സണലി ഓക്കെ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എല്ലാ പീസും ഇഷ്ടപ്പെടില്ല. എനിക്ക് ആ റബ്ബർ ടൈപ്പ് തീരെ ഇഷ്ടമല്ല. എനിക്ക് മറ്റേ എല്ലുള്ള ടൈപ്പ് ലെഗ് പീസെല്ലാം പോലത്തെ കൈൻഡ് ഓഫ് ആണ് ഇഷ്ടം. എന്നിട്ട് ഞാൻ വാസ് ഡിസപ്പോയിൻറ്റഡ്. കാരണം ബിരിയാണിയും ബില്ല് അത്ര രസമൊന്നുമില്ല. അപ്പോൾ മാത്രമല്ല ഉള്ള പീസും ഇങ്ങനെ ആ ബിരിയാണി ഫുള്ള് സ്പോയിലാവും എനിക്കിങ്ങനെ ആകുമ്പോൾ. എന്ത് ചെയ്യാനാ? അപ്പോൾ എനിക്കൊരു 2 പീസും റബ്ബർ ടൈപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പീസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. എന്നിട്ട് ഞാൻ ഉള്ള വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായവർ ഞാൻ കഴിച്ച് തുടങ്ങി. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായവർ അവർ സെക്കൻഡ് പീസ് ചെയ്തു, ലെഗ് പീസ് ചെയ്യുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് ഇന്ന് ഇതെടുത്തോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട കുഴപ്പമില്ലാന്ന് ഇല്ല എടുക്ക് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി സംവേ വി ആർ ഗെറ്റിംഗ് കൈൻഡ്നെസ് അങ്ങനെ തോന്നി. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ പറയുന്നത് നെടുങ്കായം ഫോറസ്റ്റ് ആയിരുന്നു. ഇതിനെ പറ്റിയിട്ട് കുറേ കഥകളാണ് കേൾക്കുന്നത്. അത് ആക്ച്വലി കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു പുഴ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഇറങ്ങണം എന്ന് തോന്നും. ഇറങ്ങി അധികം ആൾക്കാരും ഇത് പുറത്ത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 2024 പോലും ഒരു കുട്ടി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ നിധി അവതരിപ്പിക്കുന്ന കലാപരിപാടികളും വ്ളോഗിങ്ങും കാണാം. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഏത് ചാനലാ പറയാ? മൈ ചാനൽ. ശ്രീ ചാനൽ. നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയോ ഗായ്സ്? അപ്പൊ നമ്മള് നിലമ്പൂരില് KSRTCയിലാണ്. നമ്മള് മോർണിംഗ് അല്ല നിലമ്പൂരിലെ KSRTCയിൽ വന്നു. എനിക്ക് തെറ്റിത്തരാൻ കുറച്ച് ആൾക്കാരുള്ളതാണ്, പിന്നെ പ്രശ്നമില്ല. ചേച്ചി എനിക്കൊരു പൂ വന്ന് നമ്മളെ മീരേച്ചി. നമ്മളിപ്പോ നടന്നിട്ട് പോവാം. നിങ്ങൾക്ക് ആടിനെ കാണിച്ചോട്ടെ. എന്ത് ചെയ്യാനാ? ഓവർ ടാലന്റഡ്. സത്യത്തില് നീ ആരാ? മനസ്സിലായില്ലേ? കഴിവ് കൂടിയതിന്റെ പ്രശ്ന. അത് ഇത് എന്റെ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നതും ഇത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ സംസാരിക്കുന്നത് ഐഫോൺ ആണ്.
ഐഫോൺ എന്താ ഇത്ര പ്രശ്നം? അല്ല ഇത് ആക്ച്വലി എന്റെ വീഡിയോ ആയിട്ട് എടുക്കുന്നതല്ല, എന്റെ കണ്ണ് അടിച്ചു മാറ്റും. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. അപ്പൊ നമ്മള് ഇപ്പൊ നടന്ന് പോയിക്കൊണ്ടിരിക്കാണ്, എത്തിയിട്ടൊന്നുമില്ലേ, അത് വേറെ കാര്യം. എനിക്ക് സംസാരിക്കണ്ട, അവള് ക്യാരി ഓൺ ചെയ്തോളൂ, പൈസ കൊടുക്കില്ല, പൈസ എനിക്കില്ലല്ലോ, പിന്നെ കൊടുക്കും. അപ്പൊ യൂട്യൂബില് കുന്തം കിട്ടും. പാവന്റെ ശ്രീന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഫോളോവേഴ്സ് കുറവാണ്, പിന്നെ വ്യൂസ് ഇല്ല, ലൈക്ക് ഇല്ല, കമന്റ് ഉണ്ടോ ശ്രീ? ആ സ്വന്തക്കാർ ഇടുമ്പോൾ അതെങ്കിലും രക്ഷ ഇതിന്റെ കോൺഫിഡൻസ് അഹങ്കാരം സ്വന്തക്കാരിടും ഞാൻ പറ്റിയ പ്രശ്നമില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ആൾക്കാരിലുണ്ട് നടന്നിട്ട് പോയെന്ന് ശ്രീന്റെ ന്യൂ ലുക്ക്. എടി ഇത് ഫിൽറ്റർ ഇടണേ. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇവിടെ അറിയാർക്ക് നമ്മൾ ഇന്നും എത്തിയിട്ടില്ല ഗായ്സ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയെന്ന്. ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നമ്മളെ ആനപ്പന്തിയും എല്ലാം കാണിച്ചു. അതൊന്നും ഞാൻ എടുത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ആനപ്പന്തി കണ്ടു കഴിഞ്ഞു. നെടുങ്കായം ഫോറസ്റ്റ് കണ്ടു, നെടുങ്കായം ലേക്കും കണ്ടു. അങ്ങനെ നമ്മൾ റിട്ടേൺ ദിസ് ലൊക്കേഷൻ going to next location. ഓക്കെ നമുക്ക് നടക്കാം. ചളി പോന്നേ എല്ലാരും പുറത്തേക്ക് ഇവിടെ ബ്ലോക്കാണ്. സങ്കടത്തിന് എങ്ങനെ മുന്നോട്ട് പോകുന്നു പോലും ഇപ്പൊ സമയം 5:40 ഈ കുന്നിൽ സ്റ്റെപ്പാണ്, വണ്ടി മുന്നോട്ട് പോകുന്നില്ല. നീണ്ട ബ്ലോക്കാണ്, സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ അവിടുന്ന് മിനിയൂട്ടി പോകുന്ന റൂട്ടിൽ നമ്മളെ ബസ് ചെറുങ്ങ സ്റ്റക്കായിപ്പോയി. പിന്നീട് ഒരു ചേട്ടൻ വന്ന് ശരിയാക്കുകയും ചെയ്തു. അവിടെ ബ്ലോക്കിലുണ്ടായ പിക്കപ്പിന്റെ ഡ്രൈവറായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായത്. ഞങ്ങൾ സ്റ്റക്കായപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കൂളായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണാൻ അത്ര സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ളൊരു ചിരി വന്നതായിരുന്നു അതിൽ കാണുമ്പോൾ. ആ കൂട്ടത്തിലുണ്ടാവുമല്ലോ സീരിയസ് ആയ കാര്യത്തിലെല്ലാം കൂളായി എടുക്കുന്ന ഒരാൾ. ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് എനിക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ബൈ ദ ബൈ, നമ്മളിപ്പോൾ കാണുന്നത് മിനിയൂട്ടി പോകുമ്പോൾ വ്യൂ ആണ് കേട്ടോ. നല്ല രസമായിരുന്നു ആ വ്യൂ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മിനിയൂട്ടിയിൽ എത്തി. അങ്ങനെ മിനിയൂട്ടിൽ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ എത്തി. നല്ല വ്യൂ ആയിരുന്നു. ഒട്ടുമിക്കർക്കും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പേടിയുണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ജസ്റ്റ് കയറുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ എൻഡിലോട്ടേക്ക് എത്തുമ്പോഴാണല്ലോ ഡെപ്തിൻ്റെ അടുത്ത് എത്തുക. അപ്പം ഒരു ചെറിയ തലചുറ്റുന്ന പോലെ ഫീൽ ചെയ്തിന്. പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ അവിടെ ആ ഒരു അറ്റത്ത് എത്തുമ്പോൾ ഒരു തലചുറ്റല്ലേ, മേ ബി താഴോട്ട് നോക്കിക്കൊണ്ടായിരിക്കണം. അവിടെ എത്തുമ്പോൾ മാത്രം ആ എൻഡിൽ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പേ ചെയ്തിട്ട് KSRTCൻ്റെ ആയതുകൊണ്ട് തന്നെ 2-3 ആക്ടിവിറ്റി നമുക്ക് 100 റുപ്പീസിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ടോപ്പ് വ്യൂവിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. വ്യൂ പോയിന്റിന് ശേഷം ഹൊറർ റൂമും പിന്നെ അക്വാറിയം, ഇത് 3ആയിരുന്നു നമുക്ക് ഉണ്ടായത്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് 3 നമുക്ക് സെലക്ട് ചെയ്യാം. 100 റുപ്പീസിന് ഓഫർ അങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അല്ല എങ്കിൽ എല്ലാവരും അവർ പറയുന്ന റേറ്റ് നമുക്ക് ചെയ്യാം. പിന്നെ മുകളിൽ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിനിയൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് തണുപ്പാണ് അവിടെ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ വെച്ച് നോക്കിയാൽ അത്ര എക്സ്പെക്ട് ചെയ്ത തണുപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു ഈവനിങ് ആവാൻ പോകുന്ന ടൈം, ഒരു സന്ധ്യക്കുള്ള എത്തിയത് കൊണ്ട് തന്നെ ഇരുട്ടായി ഇറങ്ങാൻ. കാരണം അതായിരുന്നു നമ്മൾ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഞാനും എൻ്റെ ട്രെയിനറും കൂടിയിട്ട് ഫിഷ് പാർക്ക് പോയി. 50 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. അതേ ടൈം ചിരിയും വരും. ഇതായിരുന്നു നമ്മളെ അവസ്ഥ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് DJ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പം ബസ്സിലുള്ള എല്ലാവരും ഒട്ടുമിക്കൊരു ഡാൻസ്, അന്നത്തെ ഡാൻസ് അവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ അടിക്കാൻ തുടങ്ങി. സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്. നല്ല ഫുഡായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. നൈറ്റൊക്കെ ആയപ്പോൾ
നല്ല സ്ലോ മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഉറക്കക്ഷീണമെല്ലാം കാരണം രാവിലെ മുതൽ എൻ്റെ വരെ റെസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ പുലർച്ചെ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേത്തെ രാത്രിയും നേർക്ക് ഉറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ നമ്മൾ ഫുൾ ടൈം എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ടയർഡ്നെസ്സേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാക്കേജ് ഡീറ്റെയിൽസിനോട് വരാം. ഇത്രയും കാര്യങ്ങളടങ്ങിയ ഈ ഒരു 1 ഡേ ട്രിപ്പിന് ആകെ ചിലവായത് 1600 റുപ്പീസ് ആയിരുന്നു. അതിൽ ഫുഡും ട്രാവലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതിൽ നമുക്ക് ആകെ എക്സ്ട്രാ ഉണ്ടായത് ആ ഒരു ആക്ടിവിറ്റീൻ്റെ ഏരിയയിൽ ഒരു 100 റുപ്പീസ് മാത്രമായിരുന്നു. പിന്നെ നമുക്ക് സ്വയം ഇൻട്രസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഫിഷ് സ്പാ പോലത്തെ കാര്യങ്ങൾക്ക് അവിടെ എമൗണ്ട് കൊടുത്ത് ചെയ്യാം. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു 8 out of 10 ഒക്കെ പറയും. പിന്നെ KSRTCൻ്റെ ഒന്നും പറയണ്ടല്ലോ, അതിൻ്റേതായ ആംബിയൻസും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ട്രേറ്റ് വീട്ടിലേക്ക് വിട്ടു. ആൻഡ് താങ്ക്സ് ടു ദ ഹോൾ KSRTC group. And thank you so much for watching my video. Every views means a lot to me. And if you're watching my video for the first time, don't forget to like, share and subscribe my channel. Until next time, bye.